ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് റവയാണ്. ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. നമുക്കിതിന് വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം. ഏത് റവയായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ റവ എടുത്ത അതേ കപ്പിന് തന്നെ 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മൈദപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. പക്ഷേ നല്ല സോഫ്റ്റ്നെസ്സും അതുപോലെ നല്ല ടേസ്റ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈദപ്പൊടി തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 മുട്ടയാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഈ നെയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ആയാലും ഒഴിച്ചു കൊടുക്കാം. പക്ഷേ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി നമ്മളിത് അരച്ചെടുക്കാനായിട്ട് എടുക്കുന്നത് പാലാണ്. ഇനി നമ്മളുടെ കയ്യിൽ ഇത്രയും അളവിൽ പാലില്ലെന്നുണ്ടെങ്കിൽ പകുതി പാലും പകുതി വെള്ളവുമായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഈ ജാറിൻ്റെ അടിവശത്ത് പൊടികളെല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത്. നമ്മുടെ ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ കണ്ടില്ലേ, എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തേക്കുന്നത്. ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആയിരുന്നാലും കുഴപ്പമില്ല. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഈ സമയം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ജാറിലിട്ട് അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിലും ആ നേരം വേണമെങ്കിലും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വറ്റൽമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ഉപയോഗിക്കാം. ഞാൻ ഈ വറ്റൽമുളക് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതാണ്ട് ലാസ്റ്റ് ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 പിഞ്ച് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. കാരണം ഈ ബേക്കിംഗ് സോഡ എങ്ങും കട്ട പിടിച്ചിരിക്കരുത്. അതുകൊണ്ട് ഇളക്കി ചേർത്ത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത ശേഷം 5-10 മിനിറ്റ് വെക്കുന്നതിലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പോൾ തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടല്ലേ, നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. പാൻ ഒരുപാട് ചൂടാവരുത്, ഒരു മീഡിയം ലെവലിൽ മാത്രമേ നമ്മുടെ പാൻ ചൂടാകാവൂ. ചൂടായ പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇതേ രീതിയിൽ ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കണം. ഒരുപാട് നിരത്തണ്ട, ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് നിരത്തിയെടുക്കാൻ. കുറച്ച് കട്ടിയായിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു വശം ചെറുതായിട്ടൊന്ന് ഇതേ രീതിയിലൊന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഈ സൈഡിൽ കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ചട്ടുക ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിലൊന്ന് അമർത്തി കൊടുക്കുക. ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ മറു സൈഡും കൂടി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതാ കണ്ടില്ലേ, ഈ സൈഡ് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സൈഡിലും കൂടി കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാമെങ്കിൽ ഈ സൈഡ് നല്ലതുപോലെ തന്നെ മുരിഞ്ഞ് കിട്ടും. ഇനി എണ്ണയൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് എണ്ണ ചേർക്കാതെ തന്നെ ഇതേ രീതിയിൽ തന്നെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നോൺ വെജിൻ്റെ കൂടെയും അതുപോലെ വെജിറ്റബിൾ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ അതാണ്ട് 2 സൈഡ് നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ മൈദയും റവയും മുട്ടയും ഒക്കെ ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ദോശയാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്.
എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മളിത് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്, നമ്മളുടെ പൊറോട്ടയുടെയൊക്കെ ഒരു മണമാണിതിന്. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.